أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 194-ാമത്തെ ആയത്താണ് ഇപ്പോൾ കേട്ടത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഫിത്ന ഇല്ലാതാവുകയും മതം സ്വീകരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ അറിയുക, അക്രമികളല്ലാത്തവരുടെ മേൽ യാതൊരു കയ്യേറ്റവും വിഹിതമല്ല. ഈ ആയത്തിൽ പറയുന്നത്, കുഫാറുകൾ, സത്യനിഷേധികൾ നിങ്ങളുമായി യുദ്ധം ആരംഭിച്ചിരിക്കെ മതത്തിൻ്റെ കാര്യത്തിൽ അവർ ഇടപെടലുകൾ നടത്തുന്നത് ഉപേക്ഷിക്കുന്നത് വരെ അവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യുക, യുദ്ധത്തിലേർപ്പെടുക. ദീനിൻ്റെ കാര്യം അള്ളാഹുവുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നും അതിൽ നിർബന്ധം ചെലുത്താൻ ഒരു മനുഷ്യനും അനുവാദമില്ല എന്നുള്ള കാര്യവും അംഗീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ ദീനിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഉപേക്ഷിക്കുകയും അതിൽ നിന്നും പിന്മാറുകയും ചെയ്താൽ ഉടനെ യുദ്ധം അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള അക്രമത്തിൽ നിന്നും അവർ പിന്തിരിയുകയാണെങ്കിൽ പിന്നെ അവരുമായി യുദ്ധം ചെയ്യാൻ അനുവാദമില്ല. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന. ഈ മഹത്തായ ഫിത്ന ഇല്ലാതാകുന്നത് വരെ മാത്രം അവരുമായി യുദ്ധം ചെയ്യുക. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചില ആളുകൾ ഇതിന് അർത്ഥം നൽകിയിരിക്കുന്നത്, ഒരു സത്യനിഷേധിയും ബാക്കിയാകാത്തതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ്. എന്നാൽ ഈ അർത്ഥം തെറ്റാണ്. ഇവിടെ ഫിത്ന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഫിത്ന എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം കുഫർ അല്ല, മറിച്ച് ദീനിൻ്റെ കാര്യത്തിൽ മതപരമായ കാര്യത്തിലുള്ള കൈകടത്തലുകളാണ്, ഇടപെടലുകളാണ്. സൂറത്തുൽ ഹജ്ജിൽ ഇതിൻ്റെ വിശദീകരണം നമുക്ക് കാണാം. ഉസിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ആയത്തിൻ്റെ പൂർണ്ണരൂപം, ആ മുഴുവൻ ആയത്തും, അതായത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് തിരിച്ചും യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്നവർ പറയുന്നതൊഴിച്ച് മറ്റൊരു കാരണവും കൂടാതെ അന്യായമായി തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവരാണ് അവർ. മനുഷ്യരിൽ ചിലർക്ക് മറ്റു ചിലരിൽ നിന്നുള്ള അക്രമത്തിൽ നിന്ന് സ്വയം രക്ഷിക്കുന്നതിന് അള്ളാഹു അനുമതി നൽകിയില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും ജൂത പള്ളികളും മുസ്ലിം പള്ളികളും എല്ലാം തകർക്കപ്പെടുമായിരുന്നു. അവയിൽ വെച്ച് അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി അനുസ്മരിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ, മതപരമായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് വരെ അള്ളാഹു യുദ്ധത്തിനുള്ള അനുവാദം നൽകുന്നു. എന്നാൽ അള്ളാഹു പ്രത്യേകമായി പറയുന്നത്, ഫിത്ന അവശേഷിക്കാത്തത് വരെ മാത്രമേ യുദ്ധം ചെയ്യാൻ അനുവാദമുള്ളൂ. അതായത് ഫിത്ന അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം നിർത്തേണ്ടതാണ്. ഫിത്ന അവസാനിക്കുക എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ കാര്യത്തിൽ ആർക്കും ആരെയും നിർബന്ധിക്കാനോ ഏതെങ്കിലും മതം സ്വീകരിക്കുന്ന കാരണത്താൽ മാത്രം അവരെ വധിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള വല്ല ശിക്ഷയും നൽകാനോ അനുവാദമില്ലാത്ത അവസ്ഥ കൈവരികയും പൂർണ്ണമായ മതസ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. വയക്കൂന ദീനു ലില്ലാഹ്, അതായത് മതം സ്വീകരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, ആരെയും ഭയന്നുകൊണ്ടാകരുത്. ദീൻ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം
ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. ആളുകൾ മുസ്ലിം ആവുകയാണെങ്കിൽ അവർക്ക് യാതൊരു ഭയവും കൂടാതെ മുസ്ലിമാകാൻ കഴിയണം. ബലാത്കാര പൂർവമായ സമീപനം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല, അതിനുള്ള അധ്യാപനങ്ങൾ നൽകുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മുശ്രിക്കീങ്ങളുമായി രഞ്ജിപ്പിനുള്ള ഉടമ്പടി ചെയ്യില്ലായിരുന്നു. എല്ലാവരും മുസ്ലിങ്ങളായി തീരുന്നത് വരെ യുദ്ധം തുടരുമായിരുന്നു. ഇതിൻ്റെ തുടർന്നുള്ള ആയത്തുകളുടെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാവുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.